നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ യൂണിറ്റ് 1 ടെൻഡർ ടച്ച് എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അല്ലേ? ആൻഡ് ഹു ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി? ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. നമ്മൾ കുറച്ചധികം ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടു അല്ലേ? ആരൊക്കെയായിരുന്നു? യെസ്, ദ ഗേൾ ഈസ്, വാട്ട് വാസ് ഹിസ് നെയിം? സാഷ and her friend. And what was his name? Naveen. Yes. സാഷയുണ്ട്, സാഷയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, നവീൻ ഉണ്ട്. ആൻഡ് നമ്മൾ സാഷയുടെ അമ്മയും അച്ഛനെയും പരിചയപ്പെട്ടു അല്ലേ? സാഷയുടെ ക്ലാസ് മുറിയിലെത്തി. ആൻഡ് വാട്ട് വാസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക് എന്ന് പറഞ്ഞേ? ഇറ്റ്സ് ഉണ്ണിയപ്പം. നിങ്ങൾക്കും എല്ലാവർക്കും ഫേവറേറ്റ് സ്നാക്സ് ഉണ്ടോ അല്ലേ? എഴുതി നോക്കിയോ? ഞാൻ പറഞ്ഞില്ലേ എഴുതി നോക്കണേന്ന്. എഴുതിയല്ലേ? അപ്പോൾ നമ്മൾ സാഷ ടിഫിൻ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഉണ്ണിയപ്പൊക്കെ എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നപ്പം പെട്ടെന്ന് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ അല്ലേ? ആരോ ജനലിൻ്റെ അടുത്ത് വന്നു. and അവർക്ക് അറിയത്തില്ല അത് ആരാണെന്ന്. അപ്പോൾ സാഷ ചോദിക്കുകയാണ്, ഹൂ ഇസ് ഷീ ആൻഡ് ഹൂ ഇസ് ദാറ്റ്? ആരാണെന്ന് അറിയത്തില്ല. നമ്മളോടും ചോദിച്ചു ആൻഡ് ആരായിരിക്കുമെന്ന്. നമുക്കും അറിയില്ല. ആൻഡ് നമുക്ക് നോക്കാം അത് ആരായിരിക്കുമെന്ന്. എ ഗേൾ അറ്റ് ദ വിൻഡോ. സോ ഇറ്റ് വാസ് എ ഗേൾ. ആരായിരുന്നു അത്? ഒരു പെൺകുട്ടിയാണ്. ഇനി ആ പെൺകുട്ടി ആരാണ്, ഏതാണ് എന്നൊക്കെയാണ് നമുക്കിനി അറിയാനുള്ളത്. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂറിയസ്ലി. ഹർ മെസ്സി ഹെയർ വാസ് സ്വിംഗിങ് ഇൻ ദ വിൻഡ്. ഷി ലുക്ക്ഡ് വെരി ടയർഡ്. Sasha went to the window. She offered an unniyappam to the girl, but the girl ran away without taking it. Sasha's eyes followed the girl, but the girl disappeared behind the bushes. Where does she live? Sasha asked Naveen, who was enjoying a big bite of unniyappam. I don't know, he said. Poor girl. Her closer turned, Sasha said. അപ്പോൾ നമുക്ക് നോക്കാം. Naveen looked at the window and saw a girl. അവരെല്ലാവരും കൂടെ വിൻഡോയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരെ കണ്ടു? ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ. ഞാൻ ഇവളെ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? നവീൻ പറഞ്ഞു. ദി ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. അപ്പം ഈ കുട്ടികൾ എല്ലാവരും കൂടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം അവൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇവരിങ്ങനെ നോക്കുകയാണ്. ഷി വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിംഗിങ് ഇൻ ദ വിൻഡ്. ഷി ലുക്ക്ഡ് വെരി ടയർഡ്. അവളെ മുടിയൊന്നും കെട്ടിയൊന്നും അല്ല വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുമാതിരി പറന്നൊക്കെ കിടക്കാണ്. മെസ്സി ഹെയർ ആയിരുന്നു. പറന്നൊക്കെ കിടക്കുന്നത്, കാറ്റത്ത് ഇങ്ങനെ ആടുകയാണ്. ആൻഡ് ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവൾ ഭയങ്കര ക്ഷീണിതയായി കാണപ്പെട്ടു. ആഹാരമൊന്നും കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾക്കൊരു ടയേർഡായിട്ട് കാണപ്പെടത്തില്ലേ? അതുപോലെ വളരെ ക്ഷീണിച്ച് കാണപ്പെട്ടു. സാഷ വെന്റ് ടു ദ വിൻഡോ. ഷീ ഓഫർഡ് ആൻ ഉണ്ണിയപ്പം ടു ദി ഗേൾ. അപ്പം അവൾ ക്ഷീണിച്ച് നിൽക്കുന്നത് കണ്ടപ്പം സാഷയ്ക്ക് ഒരു പാവമൊക്കെ തോന്നി. സാഷ എന്ത് ചെയ്തു? അവളുടെ കയ്യിലൊരു ടിഫിൻ ബോക്സുമായിട്ട് ആ വിൻഡോയുടെ അടുത്തേക്ക് ചെന്നു. ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ അവൾ അത് എടുത്തില്ല. ആ പെൺകുട്ടി അത് എടുക്കാതെ തന്നെ സാഷ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഉണ്ണിയപ്പം എടുക്കാതെ അവൾ തിരിഞ്ഞങ്ങ് ഓടി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ, ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. അപ്പോൾ ഇവൾ ഓടുന്നത് എങ്ങോട്ടാണ്? ഇവൾ ഓടുന്നതെന്ന് നമ്മൾ സാഷ ഇങ്ങനെ പിന്തുടർന്നു. അവൾ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നതെന്ന് നോക്കാൻ. പക്ഷെ അവൾ ഓടി പെട്ടെന്ന് ഒരു കാട്, കുറച്ച് പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു കാടിൻ്റെ ഇടയിലോട്ട് അവളങ്ങ് കയറിപ്പോയി. പെട്ടെന്ന് അപ്രത്യക്ഷമായി. സാഷയ്ക്ക് ഫോളോ ചെയ്തിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവൾ എങ്ങോട്ടാ ഓടിപ്പോന്നേന്ന്. Where does she live? Sasha asked Naveen, who was enjoying a bite of ഉണ്ണിയപ്പം. അപ്പോൾ എന്താണ്? സാഷ നവീനോട് ചോദിച്ചു, where does she live? അവൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം നവീന് അതൊന്നും ശ്രദ്ധിക്കാനല്ല സമയം. നവീനിലെ ഉണ്ണിയപ്പമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നവീൻ പറഞ്ഞു, I don't know, എനിക്കറിയത്തില്ല, ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുക, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്നുള്ള രീതിയിൽ പറയും. I don't know, എനിക്കറിയത്തില്ല. Poor girl, her clothes are torn, Sasha said. അപ്പോൾ സാഷ എന്ത് പറയും? പാവം കുട്ടി, അവളുടെ ഉടുപ്പെല്ലാം കീറിയൊക്കെ ഇരിക്കുകയാണ് അല്ലേ? അപ്പം സാഷയ്ക്ക് പാവം തോന്നി ആ കുട്ടിയെ കണ്ടപ്പോൾ. നിങ്ങൾക്കാണെങ്കിൽ എന്ത് തോന്നും? പാവം തോന്നുമോ? അതോ അയ്യേ ഈ പെണ്ണ് എന്ത് ഇത്ര വൃത്തിയായിട്ട് ഉടുപ്പിട്ടുണ്ടോ വന്നേക്കുന്നത്, ഈ കൊച്ചിനെ ഒന്ന് ക്ലാസ്സിൽ കയറ്റാൻ കൊള്ളത്തില്ല, അങ്ങോട്ട് മാറി നിൽക്കി, നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ അയ്യോ എന്തോ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ആയിരിക്കുമോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് ബിഹേവ് ചെയ്യുന്നത്? സാഷയെ പോലെ ആയിരിക്കുമോ? സാഷയെ പോലെ കരുതുമോ നിങ്ങൾ? നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ അല്ലേ? അപ്പം നിങ്ങളും സാഷയെ പോലെ തന്നെ കരുതും. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, വൈ ഡിഡ് ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? ശരിയാണല്ലേ? നമുക്കൊരു സംശയം തോന്നും. നമ്മൾ ഇവിടെ പറഞ്ഞപ്പോഴേ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, ഷീ ലുക്ക് വെരി ടയേർഡ്. അവൾ ഭയങ്കര ക്ഷീണിച്ചാണ് കാണപ്പെട്ടത് അല്ലേ?
അപ്പം ഇത്രയും ക്ഷീണിച്ച്, ചിലപ്പോൾ ആഹാരമൊക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കുമല്ലോ ആ ക്ഷീണം. അപ്പോൾ എന്തായാലും സാഷ ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്ത സ്ഥിതിക്ക് ആഹാരം കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണമായിരുന്നുവെങ്കിൽ അവൾ അത് എടുത്ത് കഴിച്ചേനെ അല്ലേ. പക്ഷെ ഇവിടെ അവൾ അത് കഴിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും അവളത് കഴിക്കാഞ്ഞത്? മേ ബി ഷീ ഡിഡ്ന്റ് ലൈക്ക് ഉണ്ണിയപ്പം. അതുകൊണ്ടാണോ? അവൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ കഴിച്ചില്ല, അങ്ങനെയാണോ? ചിലപ്പോൾ ആകാം. ചിലപ്പോൾ സാഷ എന്ന് പറയുന്ന കുട്ടി അവൾക്കൊരു അന്യയാണ് അല്ലേ, പരിചയമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാവാം അവൾ ഉണ്ണിയപ്പം എടുക്കാഞ്ഞത്. വേറെ പല കാരണങ്ങളും കാണും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. നമുക്ക് നോക്കാം ഇനി എന്താണെന്ന് അടുത്തത്. ഒരു ആക്ടിവിറ്റിയാണ്, റൈറ്റ് സാഷാസ് തോട്ട്സ്. നമ്മളിപ്പോൾ പഠിച്ച പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദി ഗേൾ ബട്ട് ദി ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്? സാഷ ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് ഒരുങ്ങി ചെന്നപ്പോഴത്തേക്കും അവൾ ഉണ്ണിയപ്പം എടുക്കാതെ ഓടിപ്പോയി. അപ്പോൾ പെട്ടെന്നായാലും നമുക്കായാലും ഒരു എന്താ പറയുക, ചിലപ്പോൾ ചിലർക്ക് ദേഷ്യം തോന്നും. ഓ, അവളൊരു അഹങ്കാരം കണ്ടില്ലേ, ഇത്രയും മുഷിഞ്ഞു വന്ന് നിന്ന് ഞാനൊരു ഉണ്ണിയപ്പം കൊണ്ട് കൊടുത്തപ്പോൾ അവൾ ഒരു ഒറ്റ പോക്ക്, അഹങ്കാരി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ. ചിലപ്പോൾ ചിലർക്ക് തോന്നും, അയ്യോ പാവം കുട്ടി, എന്നെ അറിയാത്തത് കൊണ്ട് എടുക്കാൻ പോയതായിരിക്കാം, അങ്ങനെ തോന്നുന്നവരുണ്ടാവാം. സാഷയ്ക്ക് എന്താണ് തോന്നിയത്? അതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്ക് നോക്കാം സാഷയ്ക്ക് എന്താ തോന്നിയതെന്ന്. Why didn't the girl take the ഉണ്ണിയപ്പം? Did I say something wrong? Was she not hungry? She looked like a poor girl. Her dress is torn. Why is her hair shabby? Didn't her mother comb her hair? I wonder where she lives. Poor girl. പക്ഷെ സാഷ ഭയങ്കര പാവം കുട്ടിയാണ്. ആൻഡ് ഷീ ഈസ് വെരി ഇന്നസെൻറ്റ്. അതുകൊണ്ട് അവൾ അങ്ങനെ അഹങ്കാരിയാണെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ ആ കുട്ടിയെ. എന്താണ് അവൾ വിചാരിച്ചത്? Why didn't the girl take the ഉണ്ണിയപ്പം? ആ കുട്ടി എന്തായിരിക്കും ഈ ഉണ്ണിയപ്പം എടുക്കാതെ പോയത്? Did I say something wrong? ഇനി ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് അവളോട് പറഞ്ഞോ? ഇല്ലല്ലോ, ഉണ്ണിയപ്പം എടുക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. Was she not hungry? ഇനി അവൾക്ക് വിശപ്പില്ലായിരുന്നോ? അതുകൊണ്ടാണോ അവൾ ഉണ്ണിയപ്പം എടുക്കാഞ്ഞത്? She looked like a poor girl who dress is torn. അപ്പം എന്താണ്, അവളെ കണ്ടിട്ട് ഒരു പാവം കുട്ടിയായിട്ട് തോന്നുന്നു. അവളുടെ ഉടുപ്പെല്ലാം കീറിയതാണ്, പഴകിയ ഉടുപ്പാണ്. Why is her hair shabby? അവളുടെ മുടിയൊക്കെ എന്താണ് അങ്ങനെ ഇരിക്കും, മെസ്സി ഹെയർ ആയിട്ട്, ചീകിയൊന്നും വെക്കാതെ ഇങ്ങനെ പറന്ന് കിടക്കാന്ന്. സാഷത്ത് വിചാരിക്കുകയാണ്, ഡിഡ് ഹർ മദർ comb her hair? അവളുടെ അമ്മ അവൾക്ക് മുടിയൊന്നും ചീകി കൊടുക്കാറില്ലായിരിക്കോ, അതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഓ, ഐ വണ്ടർ where she lives, poor girl. ഓ, എനിക്ക് അത്ഭുതം തോന്നാണ്, ഈ കുട്ടി എവിടെ ആയിരിക്കും താമസിക്കുന്നത്? ഓ, poor girl, പാവം കുട്ടി. ഇതാണ് നമ്മൾ സാഷ വിചാരിച്ചത് കേട്ടോ. നിങ്ങൾ എന്താ കരുതിയത്? അഹങ്കാരിയാണെന്നാണോ? അല്ലല്ലേ. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഓൾസോ ആൻ ആക്ടിവിറ്റി. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി 1 ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. എന്താണ്? ഒരുപോലെ ഉച്ചരിക്കാൻ കഴിയുന്ന, അവസാനിക്കുമ്പോൾ ഒരുപോലെ ഉച്ചരിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാറുണ്ട്. മാറ്റ്, ഹാറ്റ്, പിന്നെന്താണ്, ഹെൻ, പെൻ, ഫാൻ, വാൻ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്താണ് റൈമിംഗ് വേർഡ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നവയാണ്. അതുപോലെ ഞാനിവിടെ നിന്ന് എഴുതാം, അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഫാൻ, വാൻ, മാറ്റ്, ഹാറ്റ്, മെൻ, ഹെൻ. ഇതിൻ്റെ അവസാനിക്കുന്ന ലെറ്റേഴ്സ് തന്നെ ഒരുപോലെയാണ് ഇല്ലേ? ഫാനിൻ്റെ AN, വാൻ AN, മാറ്റ് AT, ഹാറ്റ് AT. ഉണ്ടോ? അവസാനിക്കുന്ന ലെറ്റേഴ്സ് തന്നെ എന്താണ് ഒരുപോലെ വരണം. നമ്മളത് ഉച്ചരിക്കുമ്പോഴും നമുക്ക് ഒരേപോലെ ഉച്ചരിക്കാനായിട്ടും സാധിക്കുന്നവയാണ്. ഇതുപോലെയുള്ള വാക്കുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ബലൂൺസ് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഒരേ കളർ കൊടുക്കണം. ഇപ്പം ഗ്രീൻ കളർ ബലൂണിൽ ഫ്രോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫ്രോൺ എന്ന് പറയുന്ന സെയിം എന്താണ് പ്രൊനൗൺസിയേഷൻ ഉള്ള, ഉച്ചാരണമുള്ള വേറെ വാക്ക് ഇവിടെ താഴെ ഉണ്ടോ നോക്കുക. ഏതാണ്? ഫ്രോൺ. ഞാൻ ഇവിടെ താഴെ അണ്ടർസ്റ്റാൻഡ് ഉണ്ട്, ഡൗൺ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഫ്രോണുമായിട്ട് സാമ്യമുള്ള ഒരു വാക്ക് ഏതാണെന്ന് പറഞ്ഞേ. ഇറ്റ്സ് ഡൗൺ എന്നുള്ള വാക്കാണ്. സോ നമുക്ക് ഈ ഒരു ബലൂണിന് എന്ത് കൊടുക്കാം? ഒരു പച്ച നിറം കൊടുക്കാം ഇല്ലേ? നിങ്ങൾ കൊടുത്തു നോക്കിയോട്ടോ, ഞാനിവിടെ കൊടുക്കുന്നുണ്ടേ. അപ്പം നമുക്ക് എന്താണ് ഈ ബലൂണിനൊരു പച്ച നിറം നൽകാം. ഓക്കെ, ദെൻ അടുത്ത് നോക്കേ, ഹോൾഡ് എന്ന വാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈമിംഗ് വേർഡ്. അണ്ടർസ്റ്റാൻഡ്, ഡൗൺ, ഗോൾഡ്. ഏതാണ്? കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഹോൾഡ്, ഗോൾഡ്. സോ യെല്ലോ കളർ നമുക്ക് ഈ ബലൂണിന് കൊടുക്കാം. ഓക്കെ, ഇറ്റ്സ് ഡൺ. അടുത്തത്
എന്താണ്? ഹാൻഡ് ആണ് അല്ലേ? ഹാൻഡ്. ഹാൻഡ് എന്ന് പറഞ്ഞ വാക്കുമായിട്ട് യോജിച്ചിട്ടുള്ള ഒരു റൈമിംഗ് വേർഡ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ്റെ ഒരു കാര്യമില്ല, ബിക്കോസ് ഒരു ബലൂൺ മാത്രമേ ഇനി കളർ ചെയ്യാനുള്ളൂ. സോ ദാറ്റ് ഇസ് ദ വേർഡ് അണ്ടർസ്റ്റാൻഡ്. സോ നമുക്ക് അതിന് ബ്ലൂ കളർ കൊടുക്കാം. മനസ്സിലായോ? നമുക്ക് ഫ്രോൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ നമുക്കിന് കണക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. Then activity 2. Complete the poem using the clues given in the box. ഇവിടെ ഒരു ബോക്സിൽ കുറച്ചധികം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ട്രീ, ബേർഡ്, ഫ്ലവർ, സ്റ്റാർ, ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ, swaying in the wind, shining in the sky, floating on the river. അപ്പോൾ അതുകൂടാതെ ഇവിടെ ഒരു പോത്തിന്റെ ഒരു 4 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പോം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ പോമിന്റെ ഒരു 4 ലൈൻസ് നമുക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. എൻ്റെ ഫ്രണ്ട് എന്താണ്? ഒരു ബട്ടർഫ്ലൈ പോലെയാണ്. ഇസ് ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. അത് എവിടെയാണ്? ഗാർഡന് ചുറ്റും പറന്ന് നടക്കാണ്. ദെൻ സെക്കൻഡ് ഒരു സ്റ്റാൻസ് നോക്കിയേ. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വൂഡ്സ്. എൻ്റെ ഫ്രണ്ട് എന്താണ്? ഒരു പീകോക്കിനെ പോലെയാണ്. എന്താണ് പീകോക്ക്? മയില് അല്ലേ? യെസ്. എൻ്റെ ഫ്രണ്ട് എന്താണ്? ഒരു പീകോക്കിനെ പോലെയാണ്. ആൻഡ് ഡാൻസിങ് ഇൻ ദ വൂഡ്സ്. വൂഡ്സ് എന്താണ്? നമ്മൾ ഫോറസ്റ്റ് എന്താണെന്ന് പറയൂ. അറിയോ ഫോറസ്റ്റ് എന്താന്ന്? യാ, കാട് അല്ലേ? കാടിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് വുഡ്സ്. അപ്പൊ എന്താണ്? എൻ്റെ ഫ്രണ്ട് ഒരു മയിലിനെ പോലെയാണ്. വുഡ്സിൽ എന്താണ്? ഫോറസ്റ്റിൽ എന്താണ്? ഇറ്റ്സ് ഡാൻസിങ്. ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിനെ മറ്റ് വാക്കുകളുമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രീ ഉണ്ട്, ബോട്ട് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഫ്ലവർ ഉണ്ട്. ഈ വാക്കുകളുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ 2 ഇതെന്താണ് ബ്ലാങ്ക്സ് ആയിട്ടുള്ള സ്പേസ് ഫിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. എൻ്റെ ഫ്രണ്ട് എന്താണ്? ഒരു സ്റ്റാറിനെ പോലെയാണ്. ആൻഡ് ഇറ്റ്സ് ഷൈനിങ് ഇൻ ദ സ്കൈ. എൻ്റെ ഫ്രണ്ട് ഒരു നക്ഷത്രത്തെ പോലെയാണ്. അത് ആകാശത്തിൽ എന്താണ്? തിളങ്ങുന്നു. ദെൻ മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ഫ്ലവർ. എൻ്റെ ഫ്രണ്ട് എന്താണ്? ഒരു പൂവ് പോലെയാണ്. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. എവിടെയാണ് നമ്മൾ പൂക്കൾ കൂടുതൽ ഉണ്ടാവുക? ഗാർഡനിലാണ് അല്ലേ? അത് ഗാർഡനിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാണ്. ദെൻ ലാസ്റ്റ് സ്റ്റാൻസ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു വാക്ക് പിക്ക് ഔട്ട് ചെയ്യാം. അതിൽ ഇഷ്ടമുള്ള ഒരു എന്താണ് അതിനെ വർണ്ണിക്കുന്ന പോലെയുള്ള ഒരു വാക്ക്, ഒരു സെന്റൻസ് പിക്ക് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ പാട്ട് ഒന്നും കൂടെ നോക്കാം. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. സോ അടുത്തതും എന്താണ്? ഒരു ആക്ടിവിറ്റിയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് എ പിക്ചർ ദാറ്റ് റിഫ്ലക്ട് ആക്ട്സ് ഓഫ് കൈൻഡ്സ് ആൻഡ് കമന്റ് ഓൺ ദം. നമുക്ക് ഇതിൽ എന്താണ് ഒരു മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു നന്മയുള്ള കാര്യമായിട്ട് തോന്നുന്നത് എന്തൊക്കെയാണോ അതിന് നമുക്കൊരു ടിക്ക് മാർക്ക് ഇടാം. അല്ലാത്തതിന് നമുക്കൊരു ഇൻറ്റു മാർക്ക് ഇടാം. ഇവിടെ നോക്കേ. ഹിയർ ഈസ് എ ബോയ് ഈസ് ഹെൽപ്പിംഗ് എ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു വയസ്സായ ആളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാണ്. ഇതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? യെസ്. ദെൻ നമുക്ക് ഈ കോളത്തിൽ എന്ത് ചെയ്യാം? ഒരു ടിക്ക് മാർക്ക് ഇടാം. ഓക്കെ, നമുക്ക് ഈ കോളത്തിൽ എന്തിടാം? ഒരു ടിക്ക് മാർക്ക് ഇടാം. യെസ്. ദെൻ ഒരു ബോയ് എന്ത് ചെയ്യാണ്? റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് വരാണ്. അതിലെന്തെങ്കിലും തെറ്റായിട്ടുണ്ടോ? തെറ്റായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കൊച്ചുകുട്ടിയാണ് ആൻഡ് ഹി വാസ് റൈഡിങ് എ സൈക്കിൾ. അതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു ടിക്ക് മാർക്ക് തന്നെ ഇടാം. ദെൻ ദ തേർഡ് വൺ ഇസ് ദ ബോയ്സ് വേ കോർലിംഗ്. അല്ലേ? കുട്ടികൾ തമ്മിൽ വഴക്കൂടാണ്. അതൊരു നല്ല കാര്യമാണോ? നോ, ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പുട്ട് ആൻ ഇൻറ്റു മാർക്ക്. ഓക്കെ. ദെൻ ദ ഫോർത്ത് വൺ ഇസ് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഇസ് നോട്ട് എ റൈറ്റ് തിങ്. എന്താണ്? ഒരു കുട്ടി ടി വി കാണുകയാണ്. എൻ്റെ മുന്നിൽ പോയിരുന്ന് ടി വി കാണുകയാണ്. എന്ത് ചെയ്യും? ആ സമയത്ത് അവനപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നത് മറന്നിരുന്ന് ടി വി കാണുകയാണ്. അപ്പം നിങ്ങൾ പറയുന്നത് നല്ല കാര്യമാണ്, ഞങ്ങൾ എന്നും ചെയ്യുന്നതാണ് ടീച്ചറേ എന്ന് പറയും. പക്ഷേ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് എ ടിക്ക് മാർക്ക്. ദെൻ ഇവിടെ നോക്കേ.
ഒരു കുട്ടി ഒരു ബെഗറിനെ, ഒരു ഭിക്ഷക്കാരനെ എന്ത് ചെയ്യാണ്, സഹായിക്കുകയാണ്. ഷീ ഈസ് ഗിവിങ് സം വാട്ടർ ടു ഹിം, അല്ലേ? അയാൾക്ക് എന്ത് കൊടുക്കുകയാണ്? കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. അതൊരു നല്ല കാര്യമാണോ? ആണോ? അതെ, യെസ്. ദെൻ ഇവിടെ നോക്കേ, ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു പെറ്റിനെ എന്ത് ചെയ്യാണ്, ഒരു കാറ്റിനെ എന്ത് ചെയ്യാണ്, ആക്ച്വലി അതിനെ അവൻ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. സോ നല്ല കാര്യമാണോ? നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഉപദ്രവിക്കാറുണ്ടോ? ഉപദ്രവിക്കുന്നത് നല്ല കാര്യമാണോ? നോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഫൈനലി ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഹോംവർക്കാണ്. ഇത് നിങ്ങൾ ചെയ്യണം. നമ്മൾ ആദ്യം നമ്മുടെ പാഠത്തിൽ തന്നെ കണ്ടുല്ലേ, സാഷ ഉണ്ണിയപ്പത്തിന്റെ സ്മെല്ല് വന്നപ്പോഴത്തേക്കും ഷി റാൻ ടു ദ കിച്ചൺ വേർ അവൾ ആരെയാ കണ്ടത്? അവളുടെ അച്ഛൻ നിന്ന് എന്ത് ചെയ്യാണ്? ഹി വാസ് കുക്കിംഗ്, പാചകം ചെയ്യാണ്. മോൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? അച്ഛനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഹിയർ ഇസ് എ പിക്ചർ. ഇതിൽ 3 പേരുണ്ട്, എ ഗേൾ, എ മദർ ആൻഡ് എ ഫാദർ, അല്ലേ? ആൻഡ് ദേ 3 ആർ ഡൂയിങ് ദെയർ ഓൺ ജോബ്സ്, അല്ലേ? അവർ 3 പേരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ദ മദർ വാസ് എന്താണ്, ക്ലീനിങ് ദ ഫാൻ. അമ്മ എന്ത് ചെയ്യാണ്? ഫാൻ ക്ലീൻ ചെയ്യാണ്. മോൾ എന്ത് ചെയ്യാണ്? ഷി വാസ് വാഷിങ് എന്താണ്, സം യുട്ടൻസിൽസ്, പാത്രം കഴുകാണ്, അല്ലേ? യെസ്. ദെൻ ദ ഫാദർ വാസ് കുക്കിംഗ്. അച്ഛനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പാചകം ചെയ്യുന്നത്. അപ്പോൾ അവർ 3 പേരും ഒരുപോലെ എന്താണ്, ജോലികൾ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് മാത്രം ചെയ്യാനുള്ളതാണ് അടുക്കള പണികൾ, അല്ലെങ്കിൽ കുക്കിംഗ് അമ്മ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും എന്തില്ല, ആ വീട്ടിലില്ല. എല്ലാവരും എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ കുക്ക് ചെയ്യുന്നു, ചിലപ്പോൾ നാളെ അച്ഛൻ പാത്രം കഴുകും, അമ്മയായിരിക്കും കുക്ക് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യും? എല്ലാ ജോലികളും മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് യുവർ ഹോം? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആൻഡ് വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് യുവർ ഹോം? നിങ്ങളുടെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ദെൻ ഡു യു ഹെൽപ്പ് യുവർ പേരൻസ്? നിങ്ങൾ കൊച്ചുകുട്ടികളാണല്ലേ, എന്നാൽ പോലും നിങ്ങൾക്കും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നിങ്ങളുടെ പാരൻസിന് ചെയ്തു കൊടുക്കാം. ചെടിക്ക് വെള്ളം ഒഴിക്കാം, നിങ്ങളുടെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പാരൻസിന് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ വളരുമ്പോൾ കുറച്ചും കൂടി വലിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. സോ ദിസ് ഈസ് ദ ഹോംവർക്ക് ഫോർ യു. നിങ്ങളിത് ചെയ്യണം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ നോക്കണം, അമ്മ എന്ത് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, അച്ഛൻ എന്ത് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ഈ ഒരു വർക്ക് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പം കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പാഠങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.